പറയുന്നത് സത്യമാണ്. അത് അൻസാജ് നമ്മുടെ ഒരു സുഹൃത്താണ്. അൻസാജ് കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്നോട് ഇങ്ങനൊരു കഥയെക്കുറിച്ച് പറയുകയും അപ്പോൾ അന്ന് കേട്ടപ്പോൾ തന്നെ ഒരു താല്പര്യം തോന്നുകയും പിന്നീട് അങ്ങളത് റീവർക്ക് ചെയ്ത് അത് അതിനെ ഭംഗിയാക്കി മാറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്കിളിനെ ചെറുപ്പത്തിൽ കണ്ടതാണ്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്താണ്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം നമ്മൾ അധികം പുലർത്താറില്ല. അതെ 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 അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഇന്നേ വരെ ജീവിതത്തിൽ പാര മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ വീട്ടിലേക്ക് വിളി പോവും, പെർഫോമൻസ് മോശമാകുമ്പോഴും പലതിനും. അപ്പോൾ ആ രീതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും സന്തോഷം. പാലക്കാട് പിന്നെ നമ്മൾ ഒരുപാട് പടങ്ങൾ സ്ഥിരം, ഈ വെയിൽ അത്ര സുഖമുള്ള പരിപാടിയല്ല. കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും. അതുകൊണ്ട് ഇത് പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു കാലാവസ്ഥ. എന്നാലും കുറേ സിനിമകൾ കുഞ്ഞിരാമായണം ചെയ്തു നമ്മൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് മലയാളി ഉജ്ജ്വലൻ ഇവിടെ, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇവിടെയായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഭീഷ്മർ. ഒരുപാട് സന്തോഷം. പിന്നെ വിഷ്ണുവായിട്ട് ആദ്യമാണ് വർക്ക് ചെയ്യുന്നത്. രാജോട്ടനൊക്കെ നമ്മൾ മലയാളിയിലെ അച്ഛനായിരുന്നു. സന്തോഷ് ചേട്ടൻ അമ്മയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, സന്തോഷ് ചേട്ടനുണ്ട് ഫെഫ്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, എല്ലാ സംഘടന നിന്നത് അഖിലേട്ടൻ. എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും പരിചയക്കാരാണ്. ഒരുപാട് സന്തോഷം.